പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് ശ്രീമതി ഷെമി ആമിനയുടെ അവൾ ഒരു മാലാഖ എന്ന നോവലിൻ്റെ 6ാമത്തെ ഭാഗം കേൾക്കാം. ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സന്ദർശിച്ച് ആ ഭാഗങ്ങൾ കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. രാവിലത്തെ കാപ്പികുടിയും കഴിഞ്ഞ് ആമി അമാൻ മോനെ കളിപ്പിച്ചുകൊണ്ട് ഗാർഡനിൽ ബെഞ്ചിലിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ഷെറി വന്നു. എടാ തക്കടുവാവേ, നിനക്ക് പനി കുറഞ്ഞോ? നോക്കട്ടെ. ഷെറി മോനെ എടുത്ത് മടിയിൽ വെച്ചു. പനി കുറവുണ്ട് ഷെറിയേക്ക, ആമി പറഞ്ഞു. ഷെറിൻ്റെ ഫോൺ ബെല്ലടിച്ചപ്പോൾ ആമി ഫോണിലേക്ക് നോക്കി. പേര് കണ്ടപ്പോഴേ ആമി ഒന്ന് ഞെട്ടി. ചെറുതായി അത് കാണുകയും ചെയ്തു. ഷെറി ഫോൺ എടുത്ത് സ്പീക്കറിലിട്ടു. ആമി ആകാംക്ഷയോടെ ആഷിഖിൻ്റെ സംസാരം കേൾക്കാനിരുന്നു. ഹലോ ഷെറി. ആ പറയടാ. ഇന്നലെ നിൻ്റെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഷെറി ചോദിച്ചു. നല്ലതുപോലെ എഴുതി ആഷിഖ്. പിന്നെ വേറെ എന്തുണ്ട് ഷെറി? 3 ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ വരും. പിന്നെ നമ്മുടെ കമ്പനിയിൽ ഷെയറുള്ള ആ കമാൽ സാറിൻ്റെ മോളുണ്ടല്ലോ, എന്നെ വിളിച്ചിരുന്നു. പല പ്രാവശ്യം ഒരു നമ്പറിൽ നിന്നും കോൾ വന്നപ്പോൾ ഞാൻ ഇന്നലെ എടുത്തു. എന്തിനാ വിളിച്ചത്? ഷെറി ഇടയിൽ കയറി ചോദിച്ചു. ബാപ്പന്മാർ തമ്മിൽ എൻ്റെയും ആ കൊച്ചിൻ്റെയും കല്യാണം ഉറപ്പിച്ചെന്ന് പറയാൻ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഇത് ചോദിച്ചുകൊണ്ട് ഷെറി ആമിയെ നോക്കി. ആമിയുടെ മുഖം വല്ലാതെ ആവുന്നത് കണ്ടപ്പോഴേക്കും അവന് ശരിക്കും വിഷമം തോന്നി. ഞാനെന്ത് പറയാൻ? ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ എൻ്റെ വിവാഹം ഉറപ്പിച്ചെന്നോ. എന്നാൽ ഞാൻ വാപ്പയോടൊന്ന് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ടാക്കി. ആഷിഖ് പറഞ്ഞു. നീ അതിനൊന്നും കയറി സമ്മതിച്ചേക്കല്ലേ? ഷെറി പെട്ടെന്ന് പറഞ്ഞു. അതെന്താടാ? ആ പറച്ചിൽ കേട്ടപ്പോൾ ആഷിഖ് ചോദിച്ചു. അത് ഞാൻ നിനക്കൊരു പൈങ്കിളി പോലത്തെ പെങ്കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്, ഷെറി പറഞ്ഞു. ആഹാ, അപ്പോൾ നിനക്ക് ബ്രോക്കർ പണിയും തുടങ്ങിയോ? ആഷിഖ് ചോദിച്ചു. ഇല്ല, ബ്രോക്കർ പണി ആയിട്ടില്ല. ഞാൻ പറയുന്ന പെണ്ണിനെ മാത്രമേ നീ കെട്ടാവൂ എന്ന് മാത്രം, ഷെറി പറഞ്ഞു. അതെന്താ അങ്ങനെ? അതിന് മാത്രം നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണേതാ? ആഷിഖ് ചോദിച്ചു. അത് നമ്മുടെ ആമിമോളെ പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, അത് തന്നെ, ഷെറി പറഞ്ഞു. അത് കേട്ടപ്പോൾ ആമി ഞെട്ടിപ്പോയി. ആഷിഖും മറുതലയ്ക്കൽ മറുപടിയൊന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഷെറി എടാ എന്ന് നീട്ടി വിളിച്ചു. ഞാൻ എൻ്റെ ആമിയെക്കുറിച്ച് ഇന്നലെ ഓർത്തടാ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആമിയെക്കുറിച്ച് ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഓർക്കാതിരുന്നിട്ടില്ല. ആഷിഖിൻ്റെ സ്വരം ഇടറി. അവൻ ഫോൺ കട്ടാക്കുകയും ചെയ്തു. ഷെറി കട്ടായ ഫോണിലേക്ക് നോക്കിയിട്ട് ആമിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുനീർ കവിളിൽ കൂടി ഒഴുകുന്നുണ്ടായിരുന്നു. ആമി മോളെ, ഷെറി മെല്ലെ വിളിച്ചു. അവൾ ഏങ്ങിക്കൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എൻ്റെ ആഷിഖ് എന്നെ മറന്നിട്ടില്ല അല്ലേ? ഞാനും അതെ, ആഷിഖ് ഓർക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ഷെറി അവളെ ചേർത്ത് പിടിച്ചു. ആമി മോളെ, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? അവളുടെ മൂഡ് മാറ്റാൻ അവൻ ചോദിച്ചു. പോകാം, അവൾ പറഞ്ഞു. എന്നാൽ വാ. ഷെറി അമാൻ മോനെയും എടുത്ത് ആമിയെയും വിളിച്ച് വീട്ടിനുള്ളിലേക്ക് കയറി. അമാൻ മോനെ അസീസ് സാറിനെ ഏൽപ്പിച്ചു. വാപ്പ, ആമി മോളെ ഞാൻ പുറത്തേക്കൊന്ന് കൊണ്ടുപോവുകയാണ്, ഷെറിൻ പറഞ്ഞു. പോയിട്ട് വാ, മോളെ തനിച്ചാക്കി എങ്ങും പോകരുത്, നല്ലപോലെ നോക്കിക്കോണം, അസീസ് സാർ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കത്തില്ലേ വാപ്പ? ഷെറി. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും, അസീസ് സാർ പറഞ്ഞു. ഞാൻ പൊന്നുപോലെ ഇങ്ങ് കൊണ്ടുവരാം, അവൻ അസീസ് സാറിൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ രണ്ടുപേരും ഒരുങ്ങിയിറങ്ങി വന്നു. മോളെ, ഷെറിയുടെ കൂടെ തന്നെ നിന്നോണം, അസീസ് സാർ പറഞ്ഞു. ശരി പാപ്പ, ഞങ്ങൾ പോയിട്ട് വരാം. ഏത് കാർ എടുക്കാനാ? ഷെറി ചോദിച്ചു. ഏതായാലും മതി, ആമി പറഞ്ഞു. പക്ഷേ ഏതായാലും എനിക്കൊന്ന് ഡ്രൈവ് ചെയ്യണം. 10 വയസ്സിന് മുമ്പേ ഞാൻ നല്ലതുപോലെ വണ്ടി ഓടിക്കുമായിരുന്നു എന്നറിയാലോ, ആമി പറഞ്ഞു. ഷെറി അവളെ അത്ഭുതത്തോടെ നോക്കി. അപ്പോൾ മോൾക്ക് ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നോക്കാം, ആമി പറഞ്ഞു. എന്നാൽ നമുക്ക് തിരക്കില്ലാത്ത റോഡിൽ കൂടി പോകാം. നോക്കട്ടെ എങ്ങനെ ഓടിക്കുന്നുവെന്ന്. നല്ലതുപോലെ ഓടിച്ചാൽ നമുക്ക് 10 ദിവസത്തിനുള്ളിൽ ലൈസൻസ് എടുക്കാം, ഷെറി സന്തോഷത്തോടെ പറഞ്ഞു. അവൻ ചെന്ന് റേഞ്ച് റോവറിലേക്ക് കയറി. ആമി കോ ഡ്രൈവർ സീറ്റിലേക്ക്. ആമി സീറ്റ് ബെൽറ്റ് ഇട്ടു. ഷെറി വണ്ടി മുന്നോട്ടെടുത്തു. അവർ പോകുന്നത് നോക്കി ജമീലയും അസീസ് സാറും നിൽപ്പുണ്ടായിരുന്നു. അസീസ് സാറിൻ്റെ കയ്യിലിരുന്ന അമാൻ മോൻ വിതുമ്പാൻ തുടങ്ങി. അൻസി ഓടി വന്ന് മോനെ എടുത്ത് അവനെ സമാധാനിപ്പിച്ചു. അവർ വരുമ്പോൾ 2 പേർക്കും നമുക്ക് നല്ല അടി കൊടുക്കാം, മോനെ കൊണ്ടുപോകാത്തതിന്, അൻസി സമാധാനിപ്പിച്ചു. ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വന്ന ഷെഫീഖ് ഷെറിയുടെ വണ്ടി പോകുന്നത് കണ്ടപ്പോൾ അവരെവിടെ പോയതാ വാപ്പ എന്ന് ചോദിച്ചു. ചുമ്മാ ആമിമോളെയും കൊണ്ട് കറങ്ങാൻ, വാപ്പ പറഞ്ഞു. വാപ്പ, ആമിമോളുടെ പഠിത്തത്തെക്കുറിച്ച് തിരക്കണ്ടേ? ഏതുവരെ പഠിച്ചെന്ന് അറിയില്ലല്ലോ. എല്ലാം നമുക്ക് ചെയ്യാം. പൊന്നുമോളെ ജീവനോടെ നമുക്ക് കിട്ടിയല്ല, അത് തന്നെ വലിയ ഭാഗ്യം, വാപ്പ പറഞ്ഞു. ഷെഫീഖ് മോനെ എടുത്തുനിന്ന് കൊഞ്ചിച്ചിട്ട് അവരുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു. എന്നാൽ വാപ്പ, ഞാൻ ഇറങ്ങട്ടെ? 10 മണിയാകുമ്പോഴേക്ക് വരുമല്ലോ, ഷെഫീഖ് ചോദിച്ചു. ഞാനങ്ങ് എത്തിയേക്കാം മോനെ. ഷെഫീഖ് തൻ്റെ ബെൻസിൽ കയറി ഓടിച്ചുപോയി. ഈ സമയം ഷെറിയും ആമിയും സന്തോഷത്തോടെ യാത്രയിലാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ വണ്ടി ഓടിക്കാൻ നോക്കാം. ഒരു മൈതാനമുണ്ട്, അവിടെ എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ഥലമാണ്. അതുപോലെ, ഷെറി ചോദിച്ചു. അത് മതി, ആമി പറഞ്ഞു.
എങ്കിൽ ഇപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോകാം, ഷെറി പറഞ്ഞു. പോകാം, ആമി സന്തോഷത്തോടെ പറഞ്ഞു. ഷോപ്പിംഗ് മാളിൻ്റെ മുന്നിൽ വന്ന് വണ്ടി നിർത്തുമ്പോൾ സെക്യൂരിറ്റി ഓടി വരുന്നുണ്ടായിരുന്നു. ഷെറി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ആമിയും ഡോർ തുറന്നിറങ്ങി. സർ, സെക്യൂരിറ്റി വളരെ വിനയത്തോടെ അടുത്തു വന്നു. വണ്ടിയുടെ ചാവി ഷെറി സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചിട്ട് വണ്ടി ഒതുക്കിയിടാൻ പറഞ്ഞു. ആമിയുടെ കൈയും പിടിച്ച് ഷെറി അകത്തേക്ക് കയറി. ഷെറിയെ കണ്ടപ്പോൾ മാനേജർ ഓടി വന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇതാരാ സർ? ആമിയെ നോക്കിക്കൊണ്ട് മാനേജർ വിനയത്തോടെ ചോദിച്ചു. ഇതെൻ്റെ സ്വന്തം സഹോദരി, ഷെറി പറഞ്ഞു. ഗുഡ് മോർണിംഗ് മാഡം, അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, ആമി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഷെറി ആമിയുടെ കയ്യിൽ പിടിച്ച് ലിഫ്റ്റിലേക്ക് കയറി. 3-ാമത്തെ നിലയുടെ ബട്ടൺ അമർത്തി. ലിഫ്റ്റിൽ നിന്നും ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു. ഓഫീസ് റൂം തുറന്ന് ഷെറി ആമിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി. ഓഫീസ് റൂമിൻ്റെ വലിപ്പവും ഭംഗിയും ഒക്കെ നോക്കിക്കണ്ടു ആമി. അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഷെറി അവൾക്ക് തൻ്റെ ഒപ്പം ചെയറിട്ട് കൊടുത്തു. ആമി അതിലിരുന്നു. നമ്മുടെ ഓഫീസ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഷെറി ചോദിച്ചു. ഒത്തിരി ഇഷ്ടപ്പെട്ടു, ആമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ച് നാളായി ഷോപ്പിംഗ് മാൾ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് അത്യാവശ്യം ഇച്ചിരി ജോലിയുണ്ട്. ഞാൻ അത് ചെയ്യുമ്പോഴേക്കും മോൾ എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വാ. അത് കഴിഞ്ഞ് പർച്ചേസിംഗ് ഉണ്ട്, ഫുഡ് കഴിക്കണം, പാർക്ക്, ബീച്ച്, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്താം. ഓക്കെ, ഷെറി പറഞ്ഞു. ഓക്കെ, ആമി സമ്മതിച്ചു. ഷെറി ബെല്ലിൽ വിരലമർത്തി. മാനേജർ അനുവാദം ചോദിച്ചിട്ട് അകത്തേക്ക് വന്നു. എന്താ സാർ? ആ സെക്ഷൻ മാനേജർ സിത്താരയെ വരാൻ പറയൂ, ഷെറി പറഞ്ഞു. ശരി സാർ. അദ്ദേഹം പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. 5 മിനിറ്റിനുള്ളിൽ സിത്താര അനുവാദം ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. ഗുഡ് മോർണിംഗ് സാർ, സിത്താര പറഞ്ഞു. ആ, ഗുഡ് മോർണിംഗ് സിത്താര, ഇതെൻ്റെ സഹോദരിയാണ്. ഇവിടെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണിച്ചിട്ട് കൊണ്ടുവരൂ, ഷെറി പറഞ്ഞു. ശരി സർ. വരൂ മാഡം, സിത്താര വിനയത്തോടെ വിളിച്ചു. ആമി ഷെറിയെ നോക്കിയപ്പോൾ ഷെറി പുഞ്ചിരിച്ചുകൊണ്ട് അനുവാദം കൊടുത്തു. എന്നിട്ട് സിത്താരയിലേക്ക് തിരിഞ്ഞു. കൂടെ തന്നെ നിർത്തണം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആക്കുകയും വേണം. ശരി സർ, സിത്താര പറഞ്ഞു. ആമി സിത്താരയുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ മുതൽ തുടങ്ങാം, സിത്താര ചോദിച്ചു. ഓക്കെ, ആമി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സിത്താരയ്ക്ക് അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. എന്തൊരു സൗന്ദര്യമാണ്! വലിയ മുതലാളിയാണെന്നുള്ള പവറൊന്നും ആ മുഖത്ത് കാണാനുമില്ല. സിത്താര ആമിയെ കൊണ്ട് ലിഫ്റ്റിൽ കയറി താഴെ എത്തി. അപ്പോഴേക്കും മാനേജർ ഓടി അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. എന്തു വേണം മാഡം? അദ്ദേഹം ആമിയോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ വിനയം കാണിക്കൽ മറ്റുള്ള സ്റ്റാഫുകളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം ആമിയെ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. മാഡം എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വന്നതാ, സിത്താര പറഞ്ഞു. ഓക്കെ ഓക്കെ, അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആമി എല്ലായിടവും കണ്ടു കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഉച്ചയായിരുന്നു. സിത്താര ആമിയെ കൊണ്ട് ഓഫീസ് റൂമിലേക്ക് വിട്ടു. ഇനി നമുക്ക് ആഹാരം കഴിക്കാം, ഷെറി ചോദിച്ചു. കഴിക്കാം, നല്ല വിശപ്പായി, ആമി പറഞ്ഞു. എങ്കിൽ വാ. ഷെറി ആമിയുടെ കൈയും പിടിച്ച് അവിടുത്തെ തന്നെ ഫുഡ് കോർട്ടിലേക്ക് നടന്നു. ഫുഡ് എല്ലാം കഴിച്ചു വന്നിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടുന്ന് തന്നെ ഷെറി എടുത്തു. ആമിക്ക് ഡ്രസ്സൊന്നും വലിയ കമ്പം തോന്നിയില്ല. എല്ലാം ഷെറിയുടെ ഇഷ്ടപ്രകാരമാണ് എടുത്തത്. അത് കഴിഞ്ഞ് അവർ പാർക്കിൽ പോയി. അവിടെ നിന്ന് നേരെ ബീച്ചിലേക്ക്, അത് കഴിഞ്ഞാണ് മൈതാനത്തിലേക്ക് വന്നത്. മൈതാനത്തിലെത്തിയതും ഷെറി വണ്ടി നിർത്തി ഇറങ്ങി. ഷെറിൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ആമി ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറി. ഷെറി ആദ്യം എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ആമി നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വണ്ടിയെടുത്തു. അവൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. അവൾ അനായാസം ഡ്രൈവിംഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഷെറിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നുണ്ടായിരുന്നു. മോളെ, ഷെറിൻ വിളിച്ചു. ആമി വണ്ടി അല്പം സ്ലോ ചെയ്തു. എന്താ ഷെറിക്ക? മോളെ ഞങ്ങൾക്ക് കിട്ടിയത് അതില്ലാത്ത സന്തോഷം നൽകുന്നുണ്ട്. മോളോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നു, ഷെറിൻ മടിച്ചു പറഞ്ഞു. എന്തായി കാക്ക? എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാമല്ലോ. ആമി വണ്ടി നിർത്തിയിട്ട് ഷെറിയുടെ മുഖത്തേക്ക് നോക്കി. അത് മോളെ വേറൊന്നുമല്ല, മോൾ എത്ര വരെ പഠിച്ചു? അത് കേട്ടതും ആമിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ പുഞ്ചിരി കണ്ടപ്പോൾ അവന് തെല്ല ആശ്വാസം തോന്നി. ഷെറിൻ അവളുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. ഞാനിപ്പോൾ BBA 3rd സെമ്മിന് തയ്യാറെടുക്കുകയാണ് കാക്ക. ഷെറിൻ ഞെട്ടിപ്പോയി. അവന് കേട്ടത് വിശ്വസിക്കാനായില്ല. അവൻ ചിരിക്കണോ അതോ കരയണോ എന്ന് തോന്നിപ്പോയി. അവൻ്റെ മുഖത്തെ ഭാവം നോക്കിയിരുന്ന അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. അതുപോലെ +2നും ഫുള്ളായിരുന്നു, 98% മാർക്ക്. +2നൊപ്പം തന്നെ ഞാൻ കമ്പ്യൂട്ടറും പഠിച്ചു. ഞങ്ങളുടെ ഓർഫനേജിൽ +2 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയാണ് കമ്പ്യൂട്ടർ പഠിച്ചത്. പറയുന്നതിനൊപ്പം ഷെറിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവൻ ചലനം പറ്റിയിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ ഈ ലോകത്തൊന്നുമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തൻ്റെ കൈപ്പത്തി അവൻ്റെ കണ്ണിന് നേരെ 2-3 തവണ വീശി. അവൻ ഞെട്ടി അവളെ നോക്കി. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ വെമ്പി നിൽക്കുന്നത് അവൾ കണ്ടു.
നിമിഷങ്ങൾക്കകം തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. മോള് വണ്ടി തിരിച്ച് നമുക്ക് ഇപ്പം തന്നെ വീട്ടിൽ പോകണം. ആമി ഈസി ആയിട്ട് വണ്ടി തിരിച്ചെടുത്തു. ആമി വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോഴും ഷെറി ആ കേട്ട കാര്യത്തിൽ നിന്നും മോചിതനായിട്ടില്ലായിരുന്നു. സന്തോഷം അവൻ്റെ മുഖത്ത് തെങ്ങിക്കണ്ടു. ഷെറിക, അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. പറ മോളൂ, അവൻ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു. അതെ, ഇപ്പോൾ വീട്ടിൽ പറയണ്ട. അതെന്താ മോളൂ? ഷെറിക്ക് സംശയം. അത് അവരുടെ എല്ലാം സംശയം ഞാൻ 10ാം ക്ലാസ്സെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നല്ലേ. അതങ്ങനെ തന്നെ കരുതിയിരുന്നോട്ടെ. എനിക്ക് ആഷിക്കായി നല്ലോണം ഒന്ന് പറ്റിക്കണം. ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും മോളെ, വീട്ടിൽ എങ്കിലും ഒന്ന് പറയണ്ടേ? അവരെന്നോട് ചോദിക്കട്ടെ, അപ്പോൾ പറയാം. മോളേത് കോളേജിലാണ് ഡിഗ്രിക്ക് ചേർന്നത്? ഷെറിൻ ചോദിച്ചു. നമ്മുടെ കോളേജിൽ, ആമി പറഞ്ഞു. ഷെറിൻ വീണ്ടും ഞെട്ടി. അതെങ്ങനെ? അവൻ അതിശയത്തോടെ ചോദിച്ചു. ആമി താൻ ഇതുവരെ എത്തിയ കാര്യങ്ങളൊക്കെ ഷെറിയെ പറഞ്ഞു കേൾപ്പിച്ചു. പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അവൻ സ്തംഭിച്ചിരുന്നു പോയി. എന്തായാലും അള്ളാഹു മോളെ ഞങ്ങൾക്ക് തിരിച്ചു തന്നല്ലോ, അവൻ ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ എല്ലാവരുമുണ്ട്. ആമി ഓടിച്ചെന്ന് മാമച്ചിയുടെ അടുത്തിരുന്നു. ഷെറി കവറുകളൊക്കെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി. ആമി മോളെ. ഉറക്കത്തിൽ നിന്നും ആഷിഖ് ചാടി എഴുന്നേറ്റു. താൻ കണ്ട സ്വപ്നം പിന്നെയും പിന്നെയും കാണണം എന്ന് തോന്നി. ഈയിടെയായി താൻ ആമിയെ അടുപ്പിച്ച് സ്വപ്നം കാണാറുണ്ടല്ലോ. അവൻ ആലോചനയോടെ ഇരുന്നു. സ്വപ്നത്തിലെങ്കിലും നിന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നല്ലോ, അത് മതി. അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു. സമയം നോക്കിയപ്പോൾ രാവിലെ 5:30. അവൻ റൂമിൽ തന്നെ നിസ്കരിച്ചു. കുറച്ചു നേരം ഖുർആൻ ഓതിയ ശേഷം ഇരുന്ന് പഠിച്ചു. ഇന്ന് സ്റ്റഡി ലീവാണ്. അവൻ ഫോണെടുത്ത് ഷെറിയെ വിളിച്ചു. 2 ബെല്ലായപ്പോഴും ഫോൺ എടുത്തു. എന്താടാ രാവിലെ? ഷെറി സന്തോഷത്തോടെ ചോദിച്ചു. എന്താ നിൻ്റെ സ്വരം കേട്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, ആഷിഖ് പറഞ്ഞു. അതെ, ഞാൻ സന്തോഷത്തിലാണ്. ഒരു പരസ്യം ഓർമ്മ വരുന്നു. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാനിപ്പം മാനത്ത് വലിഞ്ഞു കയറും, ഷെറിൻ പറഞ്ഞു. നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? ആഷിഖ് ചോദിച്ചു. അല്ലല്ലോ, ഞാൻ യഥാർത്ഥമായിട്ട് പറഞ്ഞതാണ്, ഷെറിൻ പറഞ്ഞു. നിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യം പറയടാ പുല്ലേ, ആഷിഖ് പറഞ്ഞു. പറയാൻ പറ്റില്ലല്ലോ, ഞാൻ പറയില്ലെന്ന് വാക്ക് കൊടുത്തതാ. ആർക്ക് വാക്ക് കൊടുത്തു? ആഷിഖ് അന്തം വിട്ട് ചോദിച്ചു. ഇല്ലടാ, അത് വിട്ടുകളാ. നീ വിളിച്ച കാര്യം പറ. ചുമ്മാ വിളിച്ചതാണോ? ഇന്ന് സ്റ്റഡി ലീവാണോ? ഷെറിൻ ചോദിച്ചു. ആ, ഇന്ന് സ്റ്റഡി ലീവാടാ. പിന്നെ എല്ലാവരും എന്തിയേ? ആഷിഖ് ചോദിച്ചു. എല്ലാവരും ഇവിടെയുണ്ട്, ഷെറിൻ പറഞ്ഞു. ആ, ഞാൻ ചായ കുടിച്ചിട്ട് പഠിക്കണം. നീ വാപ്പയോട് പറഞ്ഞേരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന്. ഓക്കേടാ, ഞാൻ മാമയോട് പറഞ്ഞേക്കാം, ഷെറിൻ പറഞ്ഞു. ഓക്കെ. ഷെറിൻ ഫോൺ വെച്ചിട്ട് നേരെ താഴേക്ക് വന്നു. ഷെറിൻ താഴെ വരുമ്പോൾ ഉമ്മയും വാപ്പായും ഇക്കായും കൂടി ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ചായ ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ചുകൂടി മോനെ, ഉമ്മ പറഞ്ഞു. ടേബിളിൻ്റെ മണ്ടയിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് ഫ്ലാസ്കിൽ ചായയും എടുത്ത് അവർക്കരികിലേക്ക് വന്നിരുന്നു ഷെറിൻ. ആമിമോൾ എന്തിയുമ്മ? ഞാൻ എണീറ്റ് വന്നപ്പോഴേ കോഴിക്കറി വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2 വീട്ടുകാർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നും പറഞ്ഞ് ഉണ്ടാക്കിയാണ്. കൂടെ അൻസിയുമുണ്ട്, ഉമ്മ പറഞ്ഞു. ഷെഫീഖിൻ്റെ മടിയിലിരുന്ന് അമ്പുമോൻ ചാടി എഴുന്നേറ്റ് ഷെറിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഷെറി മോനെ എടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നിൻ്റെ മുഖത്തും പെരുമാറ്റത്തിലുമൊക്കെ ഭയങ്കര സന്തോഷം, വാപ്പ ചോദിച്ചു. അത് കേട്ടതും ഷെറിയുടെ മുഖം കൂടുതൽ വിടർന്നു. സന്തോഷത്തിനും അപ്പുറം ഒരു വാക്കുണ്ടെങ്കിൽ അതിനെ പോലും വെല്ലുന്നതാണ് ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ. എന്താടാ ഇത്ര വലിയ സന്തോഷം? 3 പേരും ഒരേപോലെ ചോദിച്ചു. പറയാൻ പറ്റുമായിരുന്നെങ്കിൽ പറഞ്ഞേനെ. എൻ്റെ ഹൃദയത്തിനൊന്ന് റിലാക്സ് ആക്കുമായിരുന്നു ഞാൻ. അതെന്താടാ പറയാൻ പറ്റാത്ത കാര്യം? ഷെഫീഖ് അത്ഭുതത്തോടെ ചോദിച്ചു. അതങ്ങനെയാണ്. നിങ്ങളും കൂടി അതറിഞ്ഞാൽ എല്ലാവരോടും ഇവിടെ കിടന്ന് ആനന്ദ നൃത്തമാടും. മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കാതെ പറയടാ. ബാപ്പായ്ക്ക് ദേഷ്യം വന്നു തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ആമി പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് വന്നു. ഇന്ന് നമ്മൾക്ക് മാമച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇരുന്ന് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കഴിക്കാം, ആമി പറഞ്ഞു. എന്നാൽ കാസറോളിനകത്താക്കി എടുത്തോ, നമുക്ക് കൊണ്ടുപോകാം, ഷെറി പറഞ്ഞു. സ്പെഷ്യൽ എന്തുവാ മോളൂ? ഷെറി ചോദിച്ചു. അരിപ്പത്തിരിയുണ്ട്, കോഴിക്കറിയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, അൻസി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. ആ, പിന്നെ എല്ലാം ആമി സ്പെഷ്യലാണ്. ഞാൻ അരിഞ്ഞു കൊടുത്തതേ ഉള്ളൂ, അൻസി പറഞ്ഞു. എന്നാൽ എല്ലാം എടുത്തുകൊണ്ട് വന്നോളൂ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം, ഷെഫീഖ് പറഞ്ഞു. ആഷിഖിൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിലുമായി എല്ലാവരും ഇരുന്നു. റംലയും ജമീലയും കൂടെ എല്ലാം ടേബിളിൻ്റെ മുകളിൽ എടുത്തു വച്ചു. ഉമ്മിച്ച വരെ കൂടെയുണ്ട്. ആമി ഉമ്മിച്ചയുടെയും മാമച്ചിയുടെയും നടുക്ക് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. ആമിമോൾ ഉണ്ടാക്കിയ കറിയൊക്കെ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും ഒന്നും സംസാരിച്ചില്ല. കൈ കഴുകിയ ഉടനെ മാംസി ആമി ചേർത്ത് പിടിച്ചു. എൻ്റെ മോൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് അപാര ടേസ്റ്റായിരുന്നു, മാമച്ചി പറഞ്ഞു. മറ്റുള്ളവരും അത് ശരിവെച്ചു. മോളെ, കോഴിക്കറി എങ്ങനെയാണ് വെച്ചതെന്ന്
മാമിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരണേ, റംല പറഞ്ഞു. എല്ലാവരും ഇടുന്ന ചേരുവകളൊക്കെ എടുത്തുള്ളൂ, ജമീല പറഞ്ഞു. പക്ഷെ കൈപ്പുണ്യം എന്നൊന്നുണ്ടല്ലോ, അത് വാരിക്കോരി കിട്ടിയിട്ടുണ്ട്, അൻസി പറഞ്ഞു. മാമച്ചിയുടെ വീട്ടിൽ ജോലിക്കാരാണ് കൂടുതലും എല്ലാം ചെയ്യുന്നത്, ആഷിഖ് പറഞ്ഞു. ഇപ്പോൾ മാത്രമേ റംല അടുക്കളയിൽ കയറൂ. ഇന്ന് രാവിലെ ആഷിഖ് എന്നെ വിളിച്ചിരുന്നു. പഠിക്കാൻ കൂടുതലുള്ളത് കൊണ്ടാണ് വിളിക്കാത്തതെന്ന് മാമയോട് പറയാൻ പറഞ്ഞു, ഷെറിൻ പറഞ്ഞു. അവനിനി ഒരാഴ്ച കഴിയുമ്പോഴേക്കും വരുമല്ലോ, മാമ പറഞ്ഞു. ആമിമോളെ കാണുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ മോൻ്റെ സന്തോഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് സങ്കല്പിക്കാറുണ്ട്, റംലയും പറഞ്ഞു. ഓർത്തപ്പോഴേ എല്ലാവർക്കും അതൊരു കുളിരി നൽകുന്ന അനുഭവമായിരുന്നു. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, ഷെറി പറഞ്ഞു. എന്താണ്? വാപ്പ ചോദിച്ചു. എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് ആമിമോളാണെന്ന് നമ്മൾക്കിപ്പോൾ അവനോട് പറയണ്ട. എൻ്റെ ഇളാപ്പയുടെ മകളുണ്ടല്ലോ ആയിഷ, നമുക്ക് ഐഷു ആണെന്ന് പറയാം. എല്ലാവരും എന്ത് പറയുന്നു? ഷെറിൻ ചോദിച്ചു. എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു. എങ്കിലും മാമച്ചിക്കും ഉമ്മച്ചയ്ക്കും ആഷിഖിനെ പറ്റിക്കുന്നതിനോട് അത്ര യോജിപ്പില്ല. മാമച്ചിയും ഉമ്മച്ചായും സമ്മതിക്കണം. എനിക്ക് എൻ്റെ ആഷിഖായി നല്ലതുപോലെ ഒന്ന് വട്ടം കറക്കണം. അതിന് എല്ലാവരുടെയും സപ്പോർട്ട് വേണം, ആമി പറഞ്ഞു. ആമി പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സമ്മതിച്ചു കൊടുക്കാനല്ലേ പറ്റൂ. എല്ലാവരും ഒന്നിച്ച് യെസ് പറഞ്ഞു. എൻ്റെ ചെറുക്കനെ കൂടുതൽ വിഷമിപ്പിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, ഉമ്മിച്ച തീർത്തു പറഞ്ഞു. ചുമ്മാ തമാശയല്ലയോ, ആമി ഉമ്മച്ചയുടെ താടിയിൽ പിടിച്ചെന്ന് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അതുകണ്ട് എല്ലാവരും ചിരിച്ചു. ആമിയുടെ ഇളാപ്പയും ഫാമിലിയും ബ്രൂണയിലാണ്. നാട്ടിൽ വന്നു പോയിട്ട് 6 വർഷത്തോളമായിട്ടുണ്ട്. ആമിയുമായിട്ട് 1 വയസ്സിന് എളുപ്പമേ ഉള്ളൂ ഐഷുവിന്. ഒറ്റ നോട്ടത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്. അവൻ വിളിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞോളാം ആയിഷു വന്നിട്ടുണ്ടെന്ന്. പിന്നെ നിനക്ക് വേണ്ടി ആയിഷുവിനെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നും. ഓക്കെ, എങ്ങനെയുണ്ട് ഐഡിയ? സൂപ്പറല്ലേ? ഷെറിൻ ഉടുപ്പിൻ്റെ കോളറൊന്ന് ഉയർത്തിക്കാട്ടി എല്ലാവരെയും നോക്കി. ഇത് ഏകദേശം വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, തൗഫീഖ് പറഞ്ഞു. ആയിഷുവിനെ ഇവിടെ നമ്മുടെ കോളേജിൽ BBAക്ക് ചേർത്ത് എന്നും പറയാം, ഷെറിൻ പറഞ്ഞു. BBAക്ക് ചേർത്തുന്നോ? എല്ലാവരും കൂടി ഒന്നിച്ച് ചോദിച്ചു. ആ, BBA, ഷെറി പറഞ്ഞു. ആമി ഷെറിയെ നോക്കി കണ്ണുരുട്ടി. അപ്പോഴാണ് താൻ സത്യം വിളിച്ചു പറഞ്ഞതുപോലെ ആയല്ലോ എന്ന് അവന് ഓർമ്മ വന്നത്. അതിന് ഡിഗ്രിക്ക് പഠിക്കുവാണെന്ന് പറഞ്ഞാൽ മോള് കോളേജിൽ പോകണ്ടേ? ആസിസ് സാർ ചോദിച്ചു. ഷെറിൻ കുനിഞ്ഞിരുന്നു. അറിയാതെ ആയാലും സത്യം വിളിച്ചു പറയാൻ പറ്റിയതിൽ അവന് സന്തോഷം തോന്നി. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ വഹാബ് സാറിന് എന്തൊക്കെയോ മനസ്സിലായി. ആമി മോള് പഠിക്കുന്നുണ്ടോ? വഹാബ് സാർ ചോദിച്ചു. ഞാൻ പഠിക്കുന്നുണ്ട് മാമച്ചി. അത് കേട്ടതും എല്ലാവരും അവളെ ഞെട്ടി നോക്കി. ഷെറി ഇപ്പോഴും കുനിഞ്ഞിരിപ്പാണ്. മോളിപ്പോൾ എന്തിനു പഠിക്കുന്നു? ഷെഫീഖ് എഴുന്നേറ്റ് അവളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു. ഡീസൻ്റായി BBA ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി. വിശ്വസിക്കാനാവാതെ അവർ പരസ്പരം സന്തോഷത്തോടെ നോക്കി. ഷെഫീഖ് ആമിയെ എടുത്ത് വട്ടം കറക്കി സന്തോഷം പ്രകടിപ്പിച്ചു. ആസിസ് സാർ ഷെഫീഖിൻ്റെ അടുത്ത് നിന്ന് മകളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി നെറുകയിൽ മുത്തി. വഹാബ് സാറും അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. എല്ലാവരുടെയും സ്നേഹപ്രകടനങ്ങൾ ഏറ്റുവാങ്ങി ആമി ഒരു പരുവുമായി. ഇതെല്ലാം കണ്ട ഷെറിൻ സന്തോഷത്തോടെ നോക്കിയിരുന്നു. എല്ലാവരും സന്തോഷിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി അടുത്ത ഞെട്ടലിന് തയ്യാറായിക്കോ, ഷെറിൻ പറഞ്ഞു. ഷെറിൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി. 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2-ന് 98% മാർക്ക്. അതും പോരാഞ്ഞിട്ട് BBA എക്സാം അറ്റൻഡ് ചെയ്യുന്നത് സ്വന്തം കോളേജിലും, ആമേര സയൻസ് ആൻഡ് ആർട്സ് കോളേജിൽ. ഇത്രയും ഒറ്റ ശ്വാസത്തിൽ ഷെറിൻ പറഞ്ഞു നിർത്തി. എൻ്റെ പൊന്നു മോളെ, ഉമ്മയും നിൻ്റെ മാമച്ചായും എല്ലാവരും മോളുടെ കാര്യം ഓർത്ത് നീറുകയായിരുന്നു. മോൾ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. മോളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതേ വലിയ മഹാത്ഭുതമായിട്ടാണ് ഞങ്ങൾ കരുതിയത്. അപ്പോൾ ഇനി മുതൽ വാപ്പയുടെ കമ്പനിയിൽ വരണം, ആസിസ് സാർ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എങ്ങനെ അറിഞ്ഞത് ഇതെല്ലാം? ഷെഫീഖ് ചോദിച്ചു. ഇന്നലെ ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഓരോന്ന് ചോദിച്ചത്. പിന്നെ ഉണ്ട്, ഡ്രൈവിംഗ് ഈസി ആയിട്ട് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ മോളുമാണ് വണ്ടി ഓടിച്ചത്, ഷെറിൻ പറഞ്ഞു. എല്ലാവരും സന്തോഷം കൊണ്ട് ചിരിച്ചു. പരമകാരുണ്യവാനായ അല്ലാഹുവിനെ സർവസ്തുതി, ഉമ്മിച്ച കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്ന് നമുക്ക് ഓഫീസിൽ പോകണ്ട, എല്ലാവർക്കും കൂടി അടിച്ചു പൊളിച്ച് ഇന്നത്തെ ഒരു ദിവസം സന്തോഷമായിട്ട് അങ്ങ് പോകാം, മാമ പറഞ്ഞു. അപ്പോൾ ഇന്ന് എൻ്റെ വക മട്ടൻ ബിരിയാണി, ആമി പറഞ്ഞു. ശരി, എൻ്റെ മോൾ വെക്കുന്ന ബിരിയാണി എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ, ആസിസ് സാറും പറഞ്ഞു. ആമി പെണ്ണുങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ആസിസ് സാർ ഓഫീസിൽ മാനേജറെ വിളിച്ച് ഇന്നത്തെ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കാൻ പോയി. അന്നത്തെ ദിവസം അവരെല്ലാം വളരെ ഹാപ്പിയായിരുന്നു. രാത്രി 10 മണി. ആഷിഖ് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് വന്ന് ചാർജിലിട്ടിരുന്ന ഫോൺ എടുത്ത് നോക്കി. ഷെറിനാണല്ലോ. അവൻ പെട്ടെന്ന് ഫോൺ എടുത്തു. എന്താടാ? ആഷിഖ് ചോദിച്ചു. നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, ഷെറി പറഞ്ഞു. സന്തോഷ വാർത്തയാണല്ലോ, സമാധാനമായി പറഞ്ഞോളൂ, ആഷിഖ് പറഞ്ഞു. നിന്റെ കല്യാണം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഉറപ്പിച്ചു. ഷെറിയുടെ ചുറ്റിനും ഇരുന്നവരെല്ലാം അവൻ്റെ മറുപടി കേൾക്കാൻ കാതോർത്തു. എടാ, ആ പെണ്ണിനെ ഇഷ്ടമല്ലെന്ന് അറിയില്ലേ നിനക്ക്?
ആഷിഖ് ദേഷ്യത്തോടെ പറഞ്ഞു. ആഷിഖ് ദേഷ്യപ്പെട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അവൻ ഏത് പെണ്ണിനെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഇത് ആ കൊച്ചല്ലടാ, എൻ്റെ ഇളാപ്പയുടെ മോളിലെ ഐഷു. അതിനെയാണ് നിനക്ക് വേണ്ടി ആലോചിച്ചിരിക്കുന്നത്, ഷെറിൻ പറഞ്ഞു. അവർ ബ്രൂണയിൽ നിന്ന് വന്നോ? ആഷിഖ് ചോദിച്ചു. ഫാമിലി ഒന്നും വന്നിട്ടില്ല, ഐഷു വന്നിട്ടുണ്ട്. നമ്മുടെ ആമിമോളെ പോലെ ഇരിക്കുവാടാ, ഷെറിൻ പറഞ്ഞു. ആഷിഖ് ഒന്ന് മൂളി. ആമി പോലെ ഇരുന്നാലും തൻ്റെ ആമിക്ക് പകരം വയ്ക്കാൻ ആർക്കും ആവില്ലെന്ന് അവനറിയാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാടാ, പിന്നെ വിളി, ആഷിഖ് പറഞ്ഞു. ഞാൻ പറഞ്ഞതിനൊരു മറുപടി പറ, ഷെറിൻ പറഞ്ഞു. 24 വയസ്സുള്ള ആയുള്ളൂ എനിക്ക്. എന്നെ ഇപ്പോഴേ കെട്ടിക്കണമെന്ന് എന്താ എല്ലാവർക്കും ഇത്ര നിർബന്ധം? ആഷിഖ് ഒന്ന് കടുപ്പിച്ച് ചോദിച്ചു. ഇപ്പം നിക്കാഹ് നടത്തിയിട്ട് 2 വർഷം കഴിഞ്ഞേ ഉള്ളൂ കല്യാണം, ഷെറിൻ പറഞ്ഞു. ഓ, അപ്പോൾ എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടാണ് വിളിക്കുന്നത്, ആഷിഖ് ചോദിച്ചു. അപ്പോൾ എൻ്റെ പ്രായമുള്ള നിനക്കും കൂടി നോക്കാൻ പറ. 2 പേരുടെയും കല്യാണം അടുത്തടുത്ത് നടത്താം, ആഷിഖ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നിൻ്റെ കഴിഞ്ഞ് എനിക്ക് നോക്കണം, ഷെറിനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഷെഫീഖ്, ഞാൻ ആഷിഖയെ തിരക്കിയെന്ന് പറഞ്ഞേരെ, ആമി പറഞ്ഞു. അവൾ പറയുന്നത് മറുതലക്കിൽ നിന്ന ആഷിഖും കേട്ടു. എടാ അതാരാ? ആഷിഖ് പെട്ടെന്ന് ചോദിച്ചു. അത് ഐഷുവാടാ, ഷെറി പറഞ്ഞു. എന്നാ വയ്ക്കുവാണ്. ആഷിഖ് ഫോൺ കട്ടാക്കി. ആ സ്വരം കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടു. ഷെറിയും ആമിയും AJ എൻ്റർപ്രൈസസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ട് അവരുടെ റേഞ്ച് റോവർ നിർത്തി. അതിൽ നിന്നും അവർ 2 പേരും ഇറങ്ങി. ഒരു സെക്യൂരിറ്റി അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. ആമി ആ കമ്പനിയെ മൊത്തമൊന്ന് വീക്ഷിച്ചു. നഗരമധ്യത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഗ്ലാസ് ഇട്ട ഒരു ബിൽഡിങ്. സർ, സെക്യൂരിറ്റി ഓടി വന്ന് ഷെറിയുടെ അരികിലായി നിന്നു. ഷെറി സെക്യൂരിറ്റിയുടെ കയ്യിൽ വണ്ടിയുടെ ചാവി കൊടുത്തു. എന്നിട്ട് ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് 2 പേരും ലിഫ്റ്റിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ സ്റ്റാഫുകളൊക്കെ ഷെറിയെ കണ്ടപ്പോൾ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ആമി അവർ കൗതുകത്തോടെ നോക്കി. ഷെറി ആമിയെ കൊണ്ട് ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി ഷെറി നേരെ ആമിയും കൊണ്ട് ബാപ്പയുടെ ഓഫീസിന് മുമ്പിലെത്തി. ചെറുതായിട്ട് ഒന്ന് നോക്ക് ചെയ്തു. മറുപടി വരുന്നതിന് മുമ്പ് 2 പേരും അകത്ത് കയറിയിരുന്നു. ഫയലുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു അസീസ് സർ. ആമിയെ കണ്ടതും ആ മുഖം വിടർന്നു. ആ, ഇതാരാ? എൻ്റെ ചക്കരമോളാണോ? വാ, ഇവിടെ ഇരിക്ക്. തൊട്ടടുത്ത് കസേരയിട്ട് അതിലേക്ക് ക്ഷണിച്ചു ആമിയെ. ആമി സന്തോഷത്തോടെ കസേരയിൽ ചെന്നിരുന്നു. തൊട്ടിപ്പുറത്തെ കസേരയിൽ ഷെറിയും ഇരുന്നു. നമ്മുടെ കമ്പനി സന്ദർശിക്കാൻ വന്നതാണോ മോള്? അസീസ് സാർ ചോദിച്ചു. കമ്പനി കാണാനും പിന്നെ ഇന്നു മുതൽ ഇവിടെ ചാർജ് എടുത്താലോ എന്നും ആലോചിക്കുന്നുണ്ട്, ആമി പറഞ്ഞു. അത് നല്ല കാര്യം. വാപ്പായ്ക്ക് പ്രായമായി വരുമല്ലേ. ഇനി മോള് വേണം CEO ആയി കസേരയിലിരിക്കാൻ. ഈ കമ്പനി മോൾക്കുള്ളതാണ്, അസീസ് സാർ പറഞ്ഞു. എക്സ്പോർട്ടിംഗ് കമ്പനി ഷെഫീഖിന്, കോളേജും ഹോസ്പിറ്റലും ഷെറിക്ക്. ഈ കമ്പനിക്ക് 2 CEOമാരാണ്, ഒന്ന് മോൾ, ഒന്ന് ആഷിഖ്. നിക്കാഹ് കഴിഞ്ഞാലുടൻ 2 പേരുടെയും പേർക്ക് കമ്പനി ബാപ്പ എഴുതിത്തരും, അസീസ് സാർ പറഞ്ഞു. മോൾക്ക് BBAയും MBAയും ഒക്കെ കഴിയുമ്പോഴേക്കും 4 വർഷമാകും. എന്തായാലും മോള് ഡിസ്റ്റൻസ് ആയല്ലേ പഠിക്കുന്നത്, ഇനിയും അത് തുടർന്നാൽ മതി. അതിനൊപ്പം കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുക. ഇന്നു മുതൽ ബാപ്പയുടെ PA ആയി മോളെ നിയമിക്കുകയാണ്. എന്താ, സമ്മതിച്ചു, അസീസ് സാർ പറഞ്ഞു. സമ്മതം, ആമി സന്തോഷത്തോടെ പറഞ്ഞു. BBAയും MBAയും കഴിയുമ്പോഴേക്കും CEO ആവാനുള്ള യോഗ്യത എൻ്റെ മോൾ നേടിയിരിക്കും. ഇപ്പോൾ ബാപ്പയുടെ PA ആയാൽ കമ്പനിയുടെ കാര്യങ്ങൾ താഴ്ത്തട്ടിൽ നിന്ന് പഠിക്കാനാവും. ഇന്നു മുതൽ തന്നെ ജോയിൻ ചെയ്തോളൂ, ബാപ്പ പറഞ്ഞു. ആമി എഴുന്നേറ്റ് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ബാപ്പയുടെ നേരെ തിരിഞ്ഞു. സാർ മകളെ ചേർത്ത് നിർത്തി ആ നെറുകയിൽ ഒന്ന് മുത്തി. തലയിലൊന്ന് തലോടി വിട്ടു. ഷെറിയും അതുപോലെ തന്നെ ആമിയെ ചേർത്ത് നിർത്തി ആ നെറുകയിൽ ഒന്ന് മുത്തി. അല്ലാഹുവിനോട് നന്ദി സൂചകമായി അവളുടെ കണ്ണു നിറഞ്ഞു. അത് കണ്ടപ്പോൾ ആ ബാപ്പയുടെയും മകൻ്റെയും കണ്ണു നിറയുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്ന് കേൾക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിട.